7-8 മണിക്കൂറുകളുടെ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രീഷ്യസ് ആണ്. നമ്മൾ രാവിലെ പൊതുവെ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചോറ് ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. ഇതെല്ലാം അരി കൊണ്ടുള്ള ഭക്ഷണമാണ്. ഇതിൽ വളരെയധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഷുഗറായിട്ട് കൺവേർട്ട് ആവും. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെറുപയർ കറി, റാഗി പുട്ട്, പിന്നെ മുട്ട. ഇതിൽ മുട്ടയും ചെറുപയറും വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും റാഗി എന്ന് പറയുന്നത് ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ളതുമാണ്. 100 ഗ്രാം റോ ആയിട്ടുള്ള ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീനും 16 ഗ്രാം ഫൈബറുമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ സെലീനിയം, സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. ചെറുപയർ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ശരീരത്തിലെ സെൽ റിപ്പയറിങ്ങിന് ഇത് വളരെയധികം സഹായിക്കും. അതുകൂടാതെ ഫോലിക് ആസിഡ് ഇതിൽ വളരെയധികം ഉള്ളതിനാൽ ഗർഭിണികൾക്ക് ഇത് വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് റാഗിയുടെ ഗ്ലൈക്കമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് റൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള മില്ലറ്റാണ്. റാഗിയിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. 100 ഗ്രാം റാഗിയിലാണെങ്കിൽ 344 മില്ലിഗ്രാം കാൽസ്യമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ഇത് വൈറ്റമിൻ എ ഇതിൽ വളരെ കൂടുതലാണ്. ഇത് അയൺ റിച്ച് ആയിട്ടുള്ള ഒരു മില്ലറ്റാണിത്. ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസിന് ഇത് ബെസ്റ്റ് സോഴ്സ് ഓഫ് മില്ലറ്റാണ്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. PCOS അല്ലെങ്കിൽ PCOD ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഡയബറ്റീസും കൊളസ്ട്രോളും ഉള്ള പേഷ്യൻസ് അവരുടെ ഡയറ്റിൽ റാഗി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ട രീതിയിൽ റിസൾട്ട് കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിലുള്ള കാലോറിൻ്റെ അളവാണ്. അരി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റാഗിയിലുള്ള കാലോറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. 335 കാലോറിനാണ് റാഗിയിൽ അടങ്ങിയിട്ടുള്ളത്. സാധാ പുട്ട് 1-2 കഴിക്കുന്നവരാണെങ്കിൽ റാഗി പുട്ട് കഴിക്കുമ്പോൾ അര പുട്ടോ അല്ലെങ്കിൽ ഒരു പുട്ടോ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിലുള്ള കാലോറിൻ്റെ അളവ് കൂടുതലാണ്. അര പുട്ട് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നല്ലപോലെ നിറയും. അപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അടുത്തതായിട്ട് മുട്ട നമ്മുടെ ഡയറ്റിൽ എന്നും ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ വളരെയധികം ന്യൂട്രിയൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. ഒരു മുട്ടയിലുള്ള പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത് 6.3 ഗ്രാമും ഫാറ്റ് എന്ന് പറയുന്നത് 4.8 ഗ്രാമുമാണ് ഉള്ളത്. ഒരു മുട്ടയിൽ 28 മില്ലിഗ്രാം കാൽസ്യമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബോൺ സ്ട്രെങ്ത്തിന് വേണ്ടി ഇത് വളരെയധികം സഹായിക്കും. ഇത് എന്നും അവർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ സെലീനിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, കെ, സി, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ മിനറൽസും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഡി 5% ഒരു മുട്ടയിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോണത് എത്ര മുട്ട വെച്ചിട്ടാണ് ഒരാഴ്ച കഴിക്കേണ്ടത് എന്നാണ്. എന്നും വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഒരാഴ്ചയിൽ 7 മുട്ട വെച്ച് കഴിക്കാം. അല്ല, വർക്കൗട്ട് ചെയ്യാത്തൊരു പേഴ്സൺ ആണെങ്കിൽ 4 മുട്ട വെച്ച് കഴിക്കാം. ഇനി ഡയബറ്റീസും ഹാർട്ട് പ്രോബ്ലംസും ഉള്ളവരാണെങ്കിൽ ഒരാഴ്ചയിൽ 2 മുട്ട വെച്ച് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് എല്ലാവരും പ്രോട്ടീൻ, മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ചോറ് മാറ്റി മില്ലറ്റ്സ് എന്തെങ്കിലും അതിന് പകരം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പ്രോട്ടീൻ അലർജി ഉള്ളവരും കൊളസ്ട്രോളും ഡയബറ്റീസും ഉള്ളവരും ഒഴിച്ച് ബാക്കി എല്ലാവരും എല്ലാ ദിവസവും മുട്ട നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.